എൽ ഓൺ ലഗ്രാഞ്ച് പോയിന്റ് 1 എത്തിയ തീയതിയാണ്. ഓക്കെ, നിങ്ങൾ ആദ്യം എല്ലോണായിട്ട് ബന്ധപ്പെട്ടൊക്കെ ധാരാളം ചോദ്യങ്ങൾ കണ്ടു കാണും. ഒന്ന് ഉത്തരം അറിയാന്നുള്ള കമന്റ് ചെയ്തേ. വളരെ ഓപ്ഷൻ സി 2024 ജനുവരി 6 അല്ലെ? 2024 ജനുവരി 6 ആദിത്യ എൽ-1 ലഗ്രാഞ്ച് പോയിന്റ് 1 എത്തിയത്. അടുത്ത്, സൈനിക സിവിലിയൻ വിമാനങ്ങൾക്കായി ലക്ഷദ്വീപിലെ ഏത് ദ്വീപിലാണ് വിമാനത്താവളം സ്ഥാപിക്കാൻ ഇന്ത്യ തീരുമാനിച്ചത്? നമ്മൾ പഠിച്ചതാണത്. സൈനിക സിവിലിയൻ വിമാനങ്ങൾക്കായിട്ട് ലക്ഷദ്വീപിലെ ഏത് ദ്വീപിലെന്ന്? ഏത് ദ്വീപിലാ പിള്ളേരെ? അത് മിനിക്കോയ് ദ്വീപിലാണ് അല്ലെ? മിനിക്കോയ് ദ്വീപിലാണ് എന്ത് സ്ഥാപിച്ചത്? വിമാനത്താവളം സ്ഥാപിച്ചത് കേട്ടോ. വിമാനത്താവളം സ്ഥാപിച്ചത് എവിടെയാണ്? മിനിക്കോയ് ദ്വീപിലാണ് കേട്ടോ. മിനിക്കോയ് ദ്വീപിലാണ്. അടുത്ത്, ജമ്മു കാശ്മീരിൽ വർദ്ധിച്ചു വരുന്ന ഭീകരവാദത്തെ പ്രതിരോധിക്കാൻ ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ഓപ്പറേഷൻ ഏതാണ് ചോദ്യം? ജമ്മു കാശ്മീരിലെ ഭീകരവാദം അവസാനിപ്പിക്കാൻ ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ഓപ്പറേഷൻ ഏതാണ് ചോദ്യം? കറക്കി വിടുന്നത് വളരെ ഓപ്പറേഷൻ സർവശക്തിയാണ് കേട്ടോ. ഓപ്പറേഷൻ സർവശക്തി. ഇതൊക്കെ പഠിച്ചോണം, നല്ല ചോദ്യങ്ങളാണ്. ജമ്മു കാശ്മീരിൽ വർദ്ധിച്ചു വരുന്ന ഭീകരവാദത്തെ പ്രതിരോധിക്കാൻ ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ഓപ്പറേഷൻ ഏതെന്ന് കേട്ട് കഴിഞ്ഞാല് ഓപ്പറേഷൻ സർവശക്തിയാണ്. ഓപ്പറേഷൻ സർവശക്തിയാണ് ആൻസർ. ഓക്കെ, അടുത്ത്, 2018 മഹാപ്രളയത്തെ പ്രതിപാദ്യ വിഷയമായി പുറത്തിറങ്ങിയ 2018 എന്ന സിനിമയുടെ സംവിധായകൻ ആരെന്നാണ് ചോദ്യം? 2018 പിള്ളേരെ ഓപ്ഷൻ സി ജൂഡ് ആന്റണി ജോസഫ് ആണ് കേട്ടോ. ജൂഡ് ആന്റണി ജോസഫ് ആണ്. അപ്പം 2018 മഹാപ്രളയത്തെ പ്രതിപാദ്യ വിഷയമായി പുറത്തിറക്കിയ 2018 എന്ന സിനിമയുടെ സംവിധായകൻ ജൂഡ് ആന്റണി ജോസഫ് ആണ്. ഓക്കെ, ക്ലിയർ ആണ്. ശരി, ഈ സിനിമ, അതായത് ഈ 2018 എന്ന സിനിമയും അതുപോലെ തന്നെ നിങ്ങള് ആടുജീവിതം എന്ന സിനിമയും, ആ രണ്ട് സിനിമയുടെയും സംവിധായകനെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. കാരണം രണ്ടും അത്രത്തോളം ചർച്ച ചെയ്യപ്പെട്ട സിനിമകളായതുകൊണ്ട് ഈ ജൂഡ് ആന്റണി ജോസഫ് നിങ്ങൾ ഓർത്തിരിക്കുക. അതുപോലെ ആടുജീവിതം അറിയാലോ. ആടുജീവിതം ആരാ സംവിധാനം? ആടുജീവിതം ബ്ലെസ്സി ആണ്. ബ്ലെസ്സി. ഓക്കെ, ആടുജീവിതം ബ്ലെസ്സി ആണ് സംവിധാനം. ഓക്കെ, ശരി. അടുത്ത്, 2023 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ജേതാവ് ആരാണ്? നിങ്ങൾ കണ്ട ബേസിൽ പഠിച്ചു കാണും. ബുക്കർ പ്രൈസ് ജേതാവ് ആരാ? വളരെ ഓപ്ഷൻ എ ജോർജി ഗോസ്പൊഡിനോവ് ആണ് ബുക്കർ പ്രൈസ് ലഭിച്ച വ്യക്തി അല്ലെ? 2023 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ലഭിച്ച വ്യക്തി ജോർജി ഗോസ്പൊഡിനോവ് ആണ് കേട്ടോ. ജോർജി ഗോസ്പൊഡിനോവ് ആണ്. ഓക്കെ, അടുത്ത്, 2022-23 ഇന്ത്യൻ സൂപ്പർ ലീഗ് കിരീടം നേടിയ ഫുട്ബോൾ ക്ലബ്ബ് ഏതാണ്? 22-23 ആണ്. പിള്ളേരെ 22-23 ആകുമ്പോൾ ഓപ്ഷൻ എ ടി കെ മോഹൻ ബഗാനും, 23-24 ആകുമ്പോൾ ഏതാ? 23-24 ആകുമ്പോൾ മുംബൈ സിറ്റി FC ആണ് അല്ലേ? ഓക്കെ, ശരി. അപ്പോഴ് 22-23 എ ടി കെ മോഹൻ ബഗാനും, അതുപോലെ തന്നെ 23-24 ആകുമ്പോൾ ആരാണ്? മുംബൈ FC ആണ് കേട്ടോ. മുംബൈ FC ആണ്. അടുത്ത്, 2023 കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരത്തിന് അർഹനായത് ആരെന്നാണ് ചോദ്യം? 2023 കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരത്തിന് അർഹനായത് ആരെന്നാണ് ചോദ്യം? ഓക്കെ, അറിയോ? പഠിച്ചിട്ടുള്ളവർക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓപ്ഷൻ എ പ്രഭാവർമ്മയാണ്. 2023 കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരത്തിന് അർഹനായത് പ്രഭാവർമ്മ. അടുത്ത്, 2023 എത്ര പേർക്കാണ് പത്മവിഭൂഷൺ ലഭിച്ചത്? ഞാൻ പഠിപ്പിച്ചതാണ് പത്മവിഭൂഷൺ. എത്ര പേർക്ക് ലഭിച്ചു പത്മവിഭൂഷൺ? എത്ര പേർക്കാണ് ലഭിച്ചേ? വളരെ ഓപ്ഷൻ എ 6 പേർക്കാണ്. 2023 പത്മവിഭൂഷൺ ലഭിച്ചത്. അടുത്ത്, കേന്ദ്ര മലിനീകരണ ബോർഡിന്റെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും മലിനീകരിക്കപ്പെട്ട നദി ഏതാണ് ചോദ്യം? ഇന്ത്യയിൽ ഏറ്റവും മലിനീകരിക്കപ്പെട്ട നദി ഓപ്ഷൻ ഡി കൂവമാണ് അല്ലെ? കൂവമാണ്. അപ്പൊ കേന്ദ്ര മലിനീകരണ ബോർഡിന്റെ കണക്ക് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും മലിനീകരിക്കപ്പെട്ട നദിയാണ് കൂവമാണ് കേട്ടോ. ഓപ്ഷൻ ഡി കൂവമാണ്. അടുത്ത്, പോളവാരം ജലസേചന പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണ്? പോളവാരം ജലസേചന പദ്ധതി. ആരുടെ ഈ ഒക്കെ കമന്റ് ചെയ്തത്? ശരണിക്ക് എങ്ങനെ ഈ ഓപ്ഷൻ വന്നത്? പോയാ
സോറി, ഓക്കെ, സോറി, അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു. എടാ പോളവാരം എവിടെയാ? പോളവാരം ആന്ധ്രാപ്രദേശാണ് കേട്ടോ. പോളവാരം ആന്ധ്രാപ്രദേശാണ് കേട്ടോ. നമുക്ക് ഈ പേര് കാണുമ്പോ തമിഴ്നാട്ടിലോട്ടൊരു ചായ്വ് വരും. തമിഴ്നാടല്ല, ആന്ധ്രാപ്രദേശാണ് കേട്ടോ. ആന്ധ്രാപ്രദേശ്. ഓക്കെ, ശരി. അടുത്ത, രാജ്യത്ത് ശേഷിച്ച 3 ആണവ നിലയങ്ങളും 2023 അടച്ചുപൂട്ടിയ രാജ്യം ഏതാണ്? ശേഷം 3 ആണവ നിലയങ്ങൾ 2023 അടച്ചുപൂട്ടിയ രാജ്യം എന്നാണ് ചോദ്യം. വായിച്ചിട്ടുണ്ടോ എവിടെയെങ്കിലും നിങ്ങള്? പിള്ളേർ ഓപ്ഷൻ ബി ജർമ്മനിയാണ് കേട്ടോ. ജർമ്മനി. ഓക്കെ, അതായത് ആണവ നിലയങ്ങളെല്ലാം അടച്ചുപൂട്ടിയ രാജ്യമാണ് ജർമ്മനി. ആണവ നിലയങ്ങളെല്ലാം അടച്ചുപൂട്ടിയ രാജ്യമാണ് ഏത്? ജർമ്മനി. അടുത്ത്, ഇതും വായിച്ചിട്ടുള്ളവർക്ക് കിട്ടത്തുള്ളേ. 2023 ജനുവരിയിൽ യൂറോയെ ഔദ്യോഗിക നാണയമായി അംഗീകരിച്ച രാജ്യം ഏതാണ്? യൂറോയെ ഔദ്യോഗിക നാണയമായി അംഗീകരിച്ച രാജ്യം ഏതാണ് ചോദ്യം. ഓപ്ഷൻ എ ക്രൊയേഷ്യയാണ് കേട്ടോ. ഓപ്ഷൻ എ ക്രൊയേഷ്യയാണ് കേട്ടോ. ക്രൊയേഷ്യയാണ് ആൻസർ. ഓക്കെ, യൂറോയെ ഔദ്യോഗിക നാണയമായി അംഗീകരിച്ച രാജ്യമാണ് ക്രൊയേഷ്യ. അടുത്ത്, ബാറിൽ നിന്ന് നേരിട്ട് സുപ്രീം കോടതി ജഡ്ജിമാരായവരിൽ ചീഫ് ജസ്റ്റിസ് പദവിയിലെത്തുന്ന 2ാമത്തെ ജഡ്ജി ആയിരുന്നാണ് ചോദ്യം. ബാറിൽ നിന്ന് നേരിട്ട് സുപ്രീം കോടതി ജഡ്ജി ആയവരിൽ ചീഫ് ജസ്റ്റിസ് പദവിയിലെത്തുന്ന 2ാമത്തെ ജഡ്ജി ആയിരുന്നാണ് ചോദ്യം. അതേ കൗണ്ട് ചെയ്തേ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഞാൻ ചിന്തിക്കാൻ കാരണം വെച്ച് കഴിഞ്ഞാല്, ഇത് ഞാൻ ആദ്യം ഒന്ന് നോക്കിയപ്പോ ഞാനും ഈ വഴിക്കാ പോയത്. എനിക്കും തെറ്റിയായിരുന്നു അത്. ഓക്കെ, ഇതൊരു വേറെ ചോദ്യമായിരുന്നു. ഇവിടെ ഞാൻ വിചാരിച്ചു നിലവിലെ സുപ്രീം കോടതി ജുഡീഷ്യലായ DY ചന്ദ്രചൂഡിനെ വെച്ചായിരിക്കും ഇട്ടിരിക്കുന്നതെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അതെനിക്കും തെറ്റിയായിരുന്നു. അപ്പൊ അതിന്റെ ആൻസർ പിള്ളേരെ അതല്ല, UU ലളിതാണ് കേട്ടോ. UU ലളിതാണ്. ഓക്കെ, ശരി. ഞാൻ ഇപ്പൊ എനിക്കും തെറ്റാറുണ്ടോ? ഇപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ വർക്കൗട്ടിനൊക്കെ തയ്യാറെടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്തൊക്കെ ഇപ്പം ഞാൻ ഇത് നോക്കും. അപ്പൊ അതിൽ എനിക്ക് ആൻസർ നോക്കുമ്പോൾ ചിലപ്പോഴൊക്കെ എനിക്ക് എന്താ അറിയാവോ, ചില ക്വസ്റ്റ്യൻസ് ഒക്കെ തെറ്റാറുണ്ട്. മനസ്സിലായില്ലേ? എന്നാൽ ഞാൻ എനിക്ക് ഒട്ടും അറിഞ്ഞുകൂടാന്നുണ്ടെങ്കിൽ, എനിക്ക് ഒരു രീതിയിൽ ഉത്തരം കിട്ടില്ലെങ്കിൽ ഞാൻ അറ്റൻഡ് ചെയ്യാറില്ല. പക്ഷെ ഈ ക്വസ്റ്റ്യൻ ഞാൻ എന്താ അറിയാവോ, ഞാൻ ഇങ്ങനെ നോക്കിയിട്ട് ഇത് DY ചന്ദ്രചൂഡ് എന്നുകൊണ്ട് ഞാൻ നോക്കി. ഓക്കെ, DY ചന്ദ്രചൂഡ് അല്ല പിള്ളേരെ, UU ലളിതാണ്. UU ലളിത് ആരെന്നറിയോ? UU ലളിത് എത്രാമത്തെയാ? 49ാമത്തെയാണ് കേട്ടോ. 49ാമത്തെയാണ്. ഓക്കെ, നിങ്ങൾ വിചാരിച്ചാൽ PSC പഠിപ്പിക്കുന്ന സാറന്മാർക്ക് ഒന്നും തെറ്റൂലെന്നാണ്. എല്ലാവരും മനുഷ്യരല്ലടാ, എല്ലാവർക്കും തെറ്റും, ഉറപ്പായി തെറ്റും. ഓക്കെ, പക്ഷെ തെറ്റുകളിൽ നിന്ന് സാർ ഇതൊക്കെ പഠിക്കും. ഞാൻ പഠിക്കുന്നല്ല, ഞാൻ ഇങ്ങനെ ക്വസ്റ്റ്യൻ വർക്കൗട്ടിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ നോക്കും. പക്ഷെ ഞാൻ നല്ല ക്വസ്റ്റ്യൻ നോക്കിയിട്ട് എടുത്താൽ നിങ്ങൾക്ക് വർക്കൗട്ട് തരുന്നേ. ഓക്കെ, അപ്പൊ നോക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ കാണുമ്പോ ഇങ്ങനെ ഇതാണ് ആൻസർ എന്ന് നോക്കിപ്പോകും. ഓക്കെ, കാരണം നമുക്ക് റെഫർ ചെയ്ത് എടുക്കാൻ പറ്റത്തില്ലല്ലോ നമുക്ക്. ഇതാണ് ആൻസർ എന്ന രീതിയിൽ നമ്മൾ നോക്കും. ഓക്കെ, ചില ക്വസ്റ്റ്യൻസ് ഇങ്ങനെ പെട്ടെന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഫുൾ ആൻസർ കിട്ടും. ചിലത് നമുക്ക് റെഫർ ചെയ്യേണ്ടി വരും, നോക്കേണ്ടി വരും ആൻസർ. എന്നാലും ഒരുപാടൊന്നും കാണത്തില്ല. ഒരു 40 ക്വസ്റ്റ്യൻ കിടക്കുമ്പോൾ ചിലപ്പോഴും ഒരു 1-2 ക്വസ്റ്റ്യൻ ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, നോക്കേണ്ടി വരും. ഓക്കെ, ചിലത് കൺഫ്യൂഷൻ വരും, ഡൗട്ട് വരും. കാരണം വെച്ചാൽ എനിക്കൊരു പ്രശ്നം വെച്ച് കഴിഞ്ഞാല്, ഞാൻ ഈ ഒരു ടോപ്പിക് അല്ല ഞാൻ ഫോക്കസ് ചെയ്ത് പഠിപ്പിക്കുന്നത്. ഒരുപാട് ടോപ്പിക്ക് പഠിപ്പിക്കുന്നുണ്ട്. ഈ ഒരുപാട് സാധനം തലയിൽ കിടന്നുള്ള കുഴപ്പമൊന്നും അറിയാം പിള്ളേരെ. ഒരുപാട് സാധനം തലയിൽ കിടന്നു കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻസ് പെട്ടെന്ന് വരും. അതൊരു മൈൻഡ് ഓക്കെ അല്ലെങ്കിൽ നമുക്ക് കിട്ടത്തില്ല ചിലപ്പോൾ. നിങ്ങൾക്കും അത് ഉണ്ടാവും. നിങ്ങൾക്ക് എപ്പോഴും അറിയാമോ, നിങ്ങൾ നന്നായിട്ട് പഠിച്ച് എല്ലാ സിലബസിലെ എല്ലാ പോർഷൻസും നന്നായി പഠിച്ച് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കുമ്പോൾ ഒരു ചോദ്യത്തില് 4 ഓപ്ഷൻ നിങ്ങൾക്ക് അറിയാന്നുള്ള പേരുകളായിരിക്കും. 4 ഓപ്ഷൻ നിങ്ങൾക്ക് അറിയാന്നുള്ള കാര്യങ്ങളായിരിക്കും. അപ്പൊ അയ്യോ ഇതിൽ ഏതോ ഒന്ന്, അങ്ങനെ ഒരു ഡൗട്ട് നമുക്ക് വരാറുണ്ട്. അതൊക്കെ കുറെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് ശരിയാവും കേട്ടാ. ബോൾ ഉണ്ടെങ്കിൽ എടുക്കണം, ബോളൊക്കെ എടുക്കാം. അതാ പറയാം, അത് നമുക്ക് കുറെ പ്രാക്ടീസ് ചെയ്താലേ നമുക്ക് ശരിയാവത്തുള്ളൂടാ. അത് ഒരുവിധപ്പെട്ട എല്ലാവർക്കും സംഭവിക്കുന്ന കാര്യമാണ്. നമുക്ക് ഈ കൺഫ്യൂഷൻസ് വരുന്നതേ. ഓക്കെ, അത് ഒരുവിധപ്പെട്ട എല്ലാവർക്കും സംഭവിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ കുറെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്കത് ശരിയാവും. ഓക്കെ, ശരി. അടുത്ത്, ചെന്നൈയിൽ നടന്ന 44ാമത് ചെസ് ഒളിമ്പിയാഡിന്റെ ഭാഗ്യചിഹ്നം ഏതാണ്? ചെന്നൈയിൽ നടന്ന 44ാമത് ചെസ് ഒളിമ്പിയാഡിന്റെ ഭാഗ്യചിഹ്നം ഏതാണ് ചോദ്യം. അവിടെ ഓപ്ഷൻ ബി തമ്പിയാണ്. തമ്പിയാണ് കേട്ടോ. തമ്പിയാണ് ആൻസർ. തമ്പി എന്ന് പറഞ്ഞാൽ കുതിരയാണ് കേട്ടോ. തമ്പി കുതിരയാണ്.
തമ്പി എന്ന കുതിര. ഓക്കെ, അടുത്ത്. അപ്പൊ അവിടെ വേറെ ചോദ്യം കിടപ്പുണ്ടേ. 44ാമത് ചെസ് ഒളിമ്പിയാഡ് എവിടെയാണ്? 44 ചെസ് ഒളിമ്പിയാഡിന്റെ പേര് ചെന്നൈ ആയിരുന്നു, ചെന്നൈ കേട്ടാ. ഓക്കെ, തമ്പി എന്ന് പറയുന്ന കുതിരയാണ് കേട്ടാ, കുതിര. എന്തുകൊണ്ടായിരിക്കും കുതിരയെ ചിഹ്നമായി സെലക്ട് ചെയ്തത്? ചെസ് കളി അറിയോ? ചെസ്സിലെ പ്രധാനപ്പെട്ട ജീവികളായിട്ടുള്ളത് ഏതൊക്കെയാ ഉള്ളത്? ആനയും ഉണ്ട്, കുതിരയും ഉണ്ട്. കുതിരയും ഉണ്ട്. അതുകൊണ്ടാണ്. ഓക്കെ. മലയാളത്തിലെ ആനയും കുതിരയാണ്. ഓക്കെ, നമ്മൾ അത് ഒഫീഷ്യലി പറയുന്ന സമയത്ത് നമ്മൾ ഈ ആന എന്ന് പറയുന്ന ഏതായി മാറും? ആന എന്നുകൊണ്ട് ഏതായി മാറും? ഗജു. അതല്ല, നമ്മൾ റൂക്കായി മാറും. ഓക്കെ, ഹോഴ്സ്, ബിഷപ്പ്, അറിയത്തില്ലേ? ഓക്കെ, ശരി. അടുത്ത, ഇന്ത്യയിലെ പൗരന്മാരുടെ വിവാഹ പ്രായം വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ച് പഠിക്കാൻ നിയോഗിക്കപ്പെട്ട 31 അംഗ സമിതിയില് ഏക വനിത ആരെന്നാണ് ചോദ്യം. 30 അംഗ സമിതിയിലെ ഏക വനിത ആരെന്നാണ് ചോദ്യം. അറിയോ ഉത്തരം? ഇതൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ. ഓപ്ഷൻ സി സുഷ്മിത ദേവാണ്. ഓപ്ഷൻ സി സുഷ്മിത ദേവാണ്. ഓക്കെ, ഇത് ഞാൻ ഈ ക്വസ്റ്റ്യൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെ. ഈ ക്വസ്റ്റ്യനിൽ ഇപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത്, ഇന്ത്യയിലെ പൗരന്മാരുടെ വിവാഹപ്രായം വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ച് പഠിക്കാൻ നിയോഗിക്കപ്പെട്ട 31 അംഗ സമിതിയിലെ ഏക വനിത ആരാണ്? ഇതിൽ ഓപ്ഷൻ ഒന്നുമില്ല. നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാല് നിങ്ങൾക്ക് ലെഫ്റ്റ് ആയിക്കോ, നിങ്ങൾക്ക് ഇത് അറിയാൻ പറ്റത്തില്ല, ഈ പേര് പറയാൻ പറ്റത്തില്ല. പക്ഷെ ഈ പേര് നിങ്ങളുടെ പലർക്കും നിങ്ങൾക്ക് ഈ പേര് ഏതാണെന്ന് അറിഞ്ഞുകൂടായിരുന്നു. പക്ഷെ ഓപ്ഷൻ നോക്കിയപ്പോ അതാ കിടക്കുന്നു, സുഷ്മിത ദേവ്. മനസ്സിലായ? അതാണ്, ചില കാര്യങ്ങൾ നമുക്കിപ്പോ ഡയറക്റ്റ് ചോദിച്ചാൽ അറിഞ്ഞുകൂടെയിരിക്കും, പക്ഷെ ഓപ്ഷൻ നമ്മൾ ശ്രദ്ധിച്ച് വായിച്ചാൽ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ ആണ് ഇത്, സുഷ്മിത ദേവ്. ഓക്കെ, അടുത്ത, ലോകത്താദ്യത്തെ സസ്യാധിഷ്ഠിത COVID-19 വാക്സിൻ അംഗീകാരം നൽകിയ രാജ്യം ഏതാണ്? ലോകത്താദ്യത്തെ സസ്യാധിഷ്ഠിത COVID-19 വാക്സിൻ അംഗീകാരം നൽകിയ രാജ്യം ഏതാണ്? വളരെ ഓപ്ഷൻ ബി കാനഡയാണ്. ഓപ്ഷൻ ബി കാനഡയാണ് ആൻസർ കേട്ടോ. ഓക്കെ, അടുത്ത്, വനിതാ ഏകദിന ക്രിക്കറ്റിൽ 250 വിക്കറ്റ് നേടിയ ആദ്യ താരം ആരാണ്? 250 വിക്കറ്റ് നേടിയ താരമാണെന്നാണ് ചോദ്യം. വനിതകളുടെ ഏകദിന ക്രിക്കറ്റ് 250 വിക്കറ്റ് നേടിയതാണെന്നാണ് ചോദ്യം. ആരാ? അവിടെ ഓപ്ഷൻ എ ജുലൻ ഗോസ്വാമിയാണ് കേട്ടോ. ജുലൻ ഗോസ്വാമിയാണ് ആൻസർ കേട്ടോ. ജുലൻ ഗോസ്വാമി 250 വിക്കറ്റ് ആദ്യമായി നേടിയത് ജുലൻ ഗോസ്വാമിയാണ്. അടുത്ത്, മെച്ചപ്പെട്ട കാലാവസ്ഥകൾക്ക് കര സമുദ്ര ഉപരിതലങ്ങൾ നിരീക്ഷിക്കുന്നതിനും വേണ്ടിയുള്ള ISROയുടെ ഉപഗ്രഹം ഏതാണ്? പിള്ളേരെ ISROയുടെ ഉപഗ്രഹം ഏതാ? പിള്ളേരെ സൗണ്ട് ഇല്ലേ? സൗണ്ട് എന്തൊക്കെ? ഒരു സെക്കൻഡ്. വേറെ ആരുടെയോ പോലെ അത് ഇപ്പൊ അപ്പൂപ്പന്മാരെ പോലെ അടഞ്ഞ സൗണ്ട്. അത് ഈ ബ്ലൂടൂത്ത്, വൈഫ് ഇവിടെ ബ്ലൂടൂത്ത് ഓണാക്കി അതിൽ കയറി പിടിച്ചത്. ശരി. ഓക്കെ. അപ്പൊ പിള്ളേരെ, മെച്ചപ്പെട്ട കാലാവസ്ഥ നിരീക്ഷണങ്ങൾക്കും കര സമുദ്ര ഉപരിതലങ്ങൾ നിരീക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ISROയുടെ ഉപഗ്രഹം ലെഫ്റ്റ് ആയിക്കോ. ഏതാ പിള്ളേരെ ഉപഗ്രഹം? ഏതാ? എടാ, നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഇപ്പൊ നിങ്ങൾ റീസെന്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ഇൻസാറ്റ് 3DS കാലാവസ്ഥ നിരീക്ഷണ ഉപഗ്രഹം നിങ്ങൾ പഠിച്ചില്ലേടാ? നിങ്ങൾ ഏതാ ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് ചോദിച്ചില്ലേ ഇത്? ഇൻസാറ്റ് 3DS CPU എക്സാമിന് ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാ. ഓക്കെ, ലെഫ്റ്റ് ആയിക്കോ. ഇൻസാറ്റ് 3DS 2024 ഫെബ്രുവരി 17 ഇൻസാറ്റ് 3DS വിക്ഷേപിച്ചത്. ഓക്കെ, ഇൻസാറ്റ് 3DS ആണ് ആൻസർ. കാലാവസ്ഥ നിരീക്ഷണ ഉപഗ്രഹമാണ്. CPU എക്സാമിന് ചോദിച്ചതാ. CPU എക്സാമിന്
പഠിച്ചു വെച്ചോ. ഇത് വീണ്ടും ചോദിക്കുക. നിങ്ങൾക്ക് LDCയിൽ ഏതെങ്കിലും ജില്ലയിൽ ചോദ്യം ഉണ്ടാവും. ഇൻസാറ്റ് 3DS കാലാവസ്ഥ നിരീക്ഷണ ഉപഗ്രഹം 2024 ഫെബ്രുവരി 17 കേട്ടോ. ഓക്കെ. അടുത്ത, ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ ബജറ്റ് ക്രൂയിസ് ബോട്ട് ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ ബജറ്റ് ക്രൂയിസ് ബോട്ട് ഏതാണ്? ഓക്കെ. പിള്ളേരെ ഓപ്ഷൻ സി ഇന്ദ്രയാണ് കേട്ടോ. ഇന്ദ്ര. ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ ബജറ്റ് ക്രൂയിസ് ബോട്ട് ഇന്ദ്രയാണ് കേട്ടോ. ഇന്ദ്ര. ഓക്കെ. ഇന്ദ്രയാണ്. പഠിച്ചോണേ, ഈ ചോദ്യം പഠിച്ചോണേ. ഇന്ത്യയിലെ പ്രഥമ കായിക ഉച്ചകോടിക്ക് വേദിയായ നഗരം ഏതാ? ഓപ്ഷൻ ഡി തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം. ഓക്കെ. ഇന്ത്യയിലെ പ്രഥമ കായിക ഉച്ചകോടിക്ക് വേദിയായ നഗരമാണ് ഏത്? തിരുവനന്തപുരം. ഓപ്ഷൻ ഡി തിരുവനന്തപുരമാണ്. ഓക്കെ. ശരി. അപ്പൊ 20 കറണ്ട് അഫയേഴ്സ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അങ്ങോട്ടുള്ള ചോദ്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ചെയ്യുക. ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. 1. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലെമന്റ് ആറ്റ്ലി 1947 ജൂലൈ 4 ഹൗസ് ഓഫ് കോമൺസിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ നിയമം അവതരിപ്പിച്ചു. ഒന്നാമത് പ്രസ്താവന. 2. ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭരണത്തെ സംബന്ധിച്ച് ബ്രിട്ടീഷ് പാർലമെന്റിൽ അവതരിപ്പിച്ച അവസാനത്തെ നിയമമാണിത്. അടുത്ത്, ബ്രിട്ടീഷ് ചക്രവർത്തി ജോർജ് 5 ജൂലൈ 18 ബില്ലിൽ ഒപ്പിട്ടു. 20 വകുപ്പുകൾ മാത്രമുള്ള ഇന്ത്യയുടെ സ്വതന്ത്ര നിയമം ബ്രിട്ടീഷ് പാർലമെന്റ് ഇന്ത്യക്ക് വേണ്ടി പാസാക്കിയ ഏറ്റവും ചെറിയ നിയമമാണ്. അതായത് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ടിനെ കുറിച്ചുള്ള സ്റ്റേറ്റ്മെന്റുകളാണ്. ഓക്കെ. ഇതില് നിങ്ങൾ ശരിയായ പ്രസ്താവനകളാണ് കണ്ടെത്തേണ്ടത്. ശരിയായ പ്രസ്താവനകളാണ് കണ്ടെത്തേണ്ടത്. ഓക്കെ. ഉത്തരം അറിയാൻ കമന്റ് ചെയ്തേ. ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ പണി കിട്ടും. ഇതിൽ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ. കാരണം ഈ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, അതായത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലെമന്റ് ആറ്റ്ലി 1947 ജൂലൈ 4 ഹൗസ് ഓഫ് കോമൺസിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ നിയമം അവതരിപ്പിച്ചു. ഓക്കെ. അത് ശരിയാണ് കുട്ടികളെ. അടുത്ത്, ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭരണത്തെ സംബന്ധിച്ച് ബ്രിട്ടീഷ് പാർലമെന്റിൽ അവതരിപ്പിച്ച അവസാനത്തെ നിയമമാണിത്. അതും ശരിയാണ്. അടുത്ത്, ബ്രിട്ടീഷ് ചക്രവർത്തി ജോർജ് 5 ജോർജ് 6 കേട്ടോ. ആ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റ്. ജോർജ് 6 ഈ പറയുന്ന ബില്ലിൽ ഒപ്പിട്ടത്. അടുത്ത്, ഇത് ബ്രിട്ടീഷ് പാർലമെന്റ് ഇന്ത്യക്ക് വേണ്ടി പാസ്സാക്കിയ ഏറ്റവും ചെറിയ നിയമമാണ്. അതും ശരിയാണ്. അപ്പൊ ഇത് നന്നായി പഠിച്ചോണം. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് നിങ്ങൾക്ക് ചോദ്യം വരുന്ന സാധനമാണ് കേട്ടോ. ഓക്കെ. ശരി. തന്നിരിക്കുന്ന സൂചനകളിൽ നിന്ന് വ്യക്തിയെ തിരിച്ചറിയുക. ആത്മകഥ മൈ ടൈംസ്. ഇന്ത്യൻ പാർലമെന്റിൽ ആദ്യമായി അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ്. 1951 കോൺഗ്രസ് വിട്ട് കിസാൻ മസ്ദൂർ പ്രജാ പാർട്ടി സ്ഥാപിച്ചു. ഓക്കെ. ആരാ? ഓപ്ഷൻ ഡി ആചാര്യ കൃപലാനി. JB കൃപലാനിയാണ് ആൻസർ. JB കൃപലാനി. ഇതിൽ നമുക്ക് ഒരുപാട് സ്റ്റേറ്റ്മെന്റ് ഒന്നും വേണ്ട. നമ്മൾ ഈ ഒറ്റ സ്റ്റേറ്റ്മെന്റ് നമ്മൾ പിടിച്ചല്ലേ? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ്. ആ സ്റ്റേറ്റ്മെന്റ് അല്ലേ പലരും പിടിച്ചത്? അതെ, ആ ഒരു സ്റ്റേറ്റ്മെന്റ് പിടിക്കാൻ പറ്റും നമുക്ക്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് ആരാണ്? അത് JB കൃപലാനിയാണ്. JB കൃപലാനി. എന്നാൽ സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യത്തെ കോൺഗ്രസ് പ്രസിഡന്റ് ആരാ? സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യത്തെ കോൺഗ്രസ് പ്രസിഡന്റ് പട്ടാഭി സീതാരാമയ്യയും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ JB കൃപലാനിയുമാണ്. അപ്പൊ JB കൃപലാനിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന പോയിന്റ് ഒക്കെ ഓർത്തിരിക്കുക. അദ്ദേഹത്തിന്റെ ആത്മകഥ മൈ ടൈംസ് എന്നാണ്. അതുപോലെ ഇന്ത്യൻ പാർലമെന്റിൽ ആദ്യമായി അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ച JB കൃപലാനിയാണ്. അതുപോലെ തന്നെ 1951 കോൺഗ്രസ് വിട്ട് കിസാൻ മസ്ദൂർ പ്രജാ പാർട്ടി സ്ഥാപിച്ചതും ആരാണ്? JB കൃപലാനിയാണ് കേട്ടോ. ഓക്കെ. അടുത്ത, മാപ്പിള ലഹള സംബന്ധിച്ച് പ്രസ്താവനകളിൽ തെറ്റ് ഏതാണ്? ശ്രദ്ധിച്ച് കാണുക. ഏറനാട്, വള്ളുവനാട് താലൂക്കുകളിൽ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ വലിയ സ്വാധീനം ചെലുത്താൻ സാധിച്ചു. ഏറനാട് താലൂക്കിലെ പൂക്കോട്ടയിലെ പ്രാദേശിക ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറിയായ വടക്കേ വീട്ടിൽ മുഹമ്മദിനെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചത് മാപ്പിള ലഹളയ്ക്ക് തുടക്കം കുറിക്കുവാൻ കാരണമായി. അടുത്ത്, വാര്യൻ കുന്നത്ത് കുഞ്ഞുമുഹമ്മദ് ഹാജി, കുമരൻ പുത്തൂർ സീരി കോയ തങ്ങൾ, ആലി മുസ്ലിയാർ എന്നീ നേതാക്കളാണ് ലഹള നയിച്ചത്. അടുത്ത്, 1921 ഡിസംബർ 20 അടച്ചുമൂടിയ റെയിൽവേ ഗുഡ്സ് വാഗണിൽ തിരൂരിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് തടവുകാരായി കൊണ്ടുപോയവർ ശ്വാസം മുട്ടി മരിച്ചു. ഇതിൽ ഏതാ തെറ്റ്? വളരെ ഇതിൽ ഓപ്ഷൻ ഡി ആണ് തെറ്റ്. ഓപ്ഷൻ ഡി ആണ് തെറ്റ്. ഓക്കെ. എന്തുവാ തെറ്റ് വന്നിരിക്കുന്നത് അതില്?
വാഗൺ ട്രാജഡി എന്ന് തെറ്റ്. നവംബർ 10 അല്ലേ പിള്ളേരെ? ഡേറ്റ് നവംബർ 10. ഇവിടെ ഡിസംബർ 20 കൊടുത്തിരിക്കുന്നത്. നവംബർ 10 വരേണ്ട ഡേറ്റ്. നവംബർ 10 വരേണ്ട ഡേറ്റ് കേട്ടോ. അപ്പൊ അതാണ് തെറ്റ്. ഓക്കെ, ശരി. അപ്പൊ ഇത് കണ്ട, ഇതൊക്കെ നമുക്ക് ഓപ്ഷൻ വായിക്കുമ്പോൾ കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ, കുഴപ്പമില്ല. അടുത്ത, ഏത് ഭരണാധികാരിയുടെ കാലത്താണ് ചട്ടവരിയോലകൾ എന്ന നിയമസംഹിത തിരുവിതാംകൂറിൽ ആവിഷ്കരിച്ചത്? ചട്ടവരിയോലകൾ ആരുടെ കാലത്താണ്? ഇത് ഞാൻ പഠിപ്പിച്ചതാ, നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു ഈ സാധനം. പുതിയ കുട്ടികളെ പഠിപ്പിച്ചില്ലെങ്കിൽ പഴയ കുട്ടികൾക്ക് ക്ലാസ് കിട്ടിയിട്ടുണ്ട്. മാർത്താണ്ഡവർമ്മ, എല്ലാവരും മാർത്താണ്ഡവർമ്മയുടെ പിറകെ വിട്ടോ. ഓപ്ഷൻ ബി റാണി ഗൗരി ലക്ഷ്മിബായി. റാണി ഗൗരി ലക്ഷ്മിബായി ആണ് ആൻസർ. റാണി ഗൗരി ലക്ഷ്മിബായി ആണ് ആൻസർ. ഓക്കെ, ചട്ടവരിയോലകൾ ആരാണ്? ഗൗരി ലക്ഷ്മിബായി ആണ്. ഗൗരി ലക്ഷ്മിബായി. ഓക്കെ, ക്ലിയർ ആണല്ലോ? ശരി, അടുത്ത ചോദ്യം. താഴെ പറയുന്ന നോട്ട് നിങ്ങൾ പഠിക്കില്ല കേട്ടോ. നോട്ട് നിങ്ങൾ പഠിച്ചു വേണം, പഴയ നോട്ട് എടുത്ത് നിങ്ങൾ റിവിഷൻ ചെയ്തു വേണം. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങളുടെ PSC പഠനത്തിന്റെ ബേസ് എന്ന് പറയുന്നത്, അടിസ്ഥാനം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്നത് നിങ്ങളുടെ നോട്ടിൽ നിന്നാണ്, ക്ലാസ് നോട്ടിൽ നിന്നാണ്. അപ്പൊ അതിന് പ്രാധാന്യം കൊടുക്കുക. മനസ്സിലായി? ഞാൻ അതിനുള്ള റീസണും പറഞ്ഞിട്ടുണ്ട്. ഏതൊരു അധ്യാപകനും നിങ്ങളൊരു ടോപ്പിക് പഠിപ്പിക്കുന്നത് ധാരാളം ചോദ്യങ്ങളും ധാരാളം റാങ്ക് ഫയലുകളും ധാരാളം ടെക്സ്റ്റ് ബുക്കുകളും ഒക്കെ റെഫർ ചെയ്തിട്ടായിരിക്കും. അതായത് നിങ്ങൾ നോട്ട്ബുക്ക് പഠിക്കുമ്പോൾ നിങ്ങൾ ഒരുപാട് റാങ്ക് ഫയലുകൾ ഒരുമിച്ച് പഠിക്കുന്നതിന് തുല്യമാണ്. മനസ്സിലായ? ഓക്കെ, അപ്പൊ അതുകൊണ്ട് ക്ലാസ് നോട്ട് നന്നായി വായിച്ച് പഠിക്കുക. ഓക്കെ, താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏതാണ്? ബാങ്കോക്ക് പ്രഖ്യാപനം ആസിയാനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വൺ വിഷൻ, വൺ ഐഡന്റിറ്റി, വൺ കമ്മ്യൂണിറ്റി എന്നതാണ് ആസിയാന്റെ ആപ്തവാക്യം. ആസിയാന്റെ സ്ഥാപക അംഗബലം 10. ആസിയാന്റെ സെൻട്രൽ സെക്രട്ടേറിയറ്റ് കാഠ്മണ്ഡുവിലാണ്. ഓക്കെ, ഏതാണ് ഇതിൽ തെറ്റായിട്ടുള്ളതെന്നാണ് ചോദ്യം. ഉത്തരം അറിയാമെങ്കിൽ മാത്രമേ കയറി പിടിക്കാവൂ. അറിയില്ല. ഓക്കെ, ബാങ്കോക്ക് പ്രഖ്യാപനം ആസിയാനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, ശരിയാണ്. വൺ വിഷൻ, വൺ ഐഡന്റിറ്റി, വൺ കമ്മ്യൂണിറ്റി എന്നതാണ് ആസിയാന്റെ ആപ്തവാക്യം, അതും ശരിയാണ്. ഓക്കെ, ആസിയാൻ. ഓക്കെ, അതുപോലെ ആസിയാന്റെ സ്ഥാപക അംഗബലം എന്ന് പറയുന്നത് പിള്ളേരെ 5 കേട്ടോ. സ്ഥാപക അംഗബലം എന്ന് പറയുന്നത് 5. നിലവിലെ അംഗബലം 10. നിലവിലെ അംഗബലം എത്ര കുട്ടികളെ? 10. നിലവിലെ അംഗബലമാണ് 10. ഓക്കെ, ഇനി അടുത്ത് ആസിയാന്റെ സെൻട്രൽ സെക്രട്ടേറിയറ്റ് കാഠ്മണ്ഡുവിലല്ല, അത് എവിടെയാണ്? അത് ജക്കാർത്തയിലാണ്. ഇന്തോനേഷ്യയിലെ ജക്കാർത്തയിലാണ് എന്ത് വരുന്നത് കുട്ടികളെ? ആസിയാന്റെ സെൻട്രൽ സെക്രട്ടേറിയറ്റ് വരുന്നത്. ജക്കാർത്ത, ഇന്തോനേഷ്യയിലെ ജക്കാർത്തയിലാണ് സെൻട്രൽ സെക്രട്ടേറിയറ്റ് വരുന്നത്. ഓക്കെ, കാഠ്മണ്ഡുവിൽ വരുന്നത് എന്താണെന്ന് അറിയാമോ? കാഠ്മണ്ഡുവില് കാഠ്മണ്ഡു എന്തോ ഉണ്ട്. ഓക്കെ, കാഠ്മണ്ഡുവിൽ എന്താ ഉള്ളത്? സാർക്കാണ് കാഠ്മണ്ഡുവിൽ വരുന്നത് കേട്ടോ. സാർക്കാണ് കാഠ്മണ്ഡുവിൽ വരുന്നത്. സാർക്കിന്റെ ആസ്ഥാനമാണ് കാഠ്മണ്ഡുവിൽ വരുന്നത്. ഈ പറഞ്ഞ ആസിയന്റെ ആസ്ഥാനം വേണ്ട ജക്കാർത്തയാണ് കേട്ടോ. ആസിയന്റെ ആസ്ഥാനം ജക്കാർത്തയാണ് കേട്ടോ. ഓക്കെ, ഈ ആസിയനും സാർക്കും നിങ്ങൾക്ക് പഠിപ്പിക്കും കേട്ടോ. ആസിയനും സാർക്കും പഠിപ്പിക്കും. ഇമ്പോർട്ടന്റ് ആണ് രണ്ടും. നമുക്ക് ഈ അന്താരാഷ്ട്ര സംഘടനകൾ പഠിക്കാണ്ട്, അല്ലെ UN-ഉം അതുപോലെ തന്നെ ഈ പറയുന്നതൊക്കെ നമുക്ക് പഠിക്കാനുള്ളതാണ്. ഓക്കെ, ശരി. അപ്പോഴേ ഇവിടെ നമുക്ക് ആൻസർ വരുന്നത് 3 തെറ്റ് 4 തെറ്റ്. ഓക്കെ, അപ്പൊ 3 4 തെറ്റ് എന്നാണ് ആൻസർ വരുന്നത്. അടുത്ത്, ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. വൻകര ഭാഗങ്ങൾ നിൽക്കുന്ന ഭൂവൽക്ക ഭാഗത്തെ വിളിക്കുന്ന പേരാണ് സിയാല്. സിയാലിൽ കാണപ്പെടുന്ന ശിലകളിൽ അലുമിനിയം സിലിക്കേറ്റ്, ധാതുക്കളായ ഫെൽസ്പാർ, ക്വാർട്സ് തുടങ്ങിയ ധാതുക്കളുണ്ട്. ഓക്കെ, അടുത്ത്, ഈ ഭാഗത്ത് സാന്ദ്രത 3.7 മുതൽ 3.8 ഗ്രാം സെന്റിമീറ്റർ വരെയാണ്. അതുപോലെ തന്നെ സിയാൽ ഭൂവൽക്കത്തെ സൂചിപ്പിക്കുവാൻ ഫെൽസിക് എന്ന പദവും ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ഏതാണ് ആൻസർ? ശരിയായ പ്രസ്താവന ചോദിച്ചിരിക്കുന്നത് അറിയോ? നിങ്ങൾ ഈ പഠിച്ചിട്ടുള്ളതില്ലേ ഇത്? ആർക്കും അറിയത്തില്ല? കിട്ടുന്നില്ലടാ. ഇത് ഓപ്ഷൻ A ആണ് കേട്ടോ. ഓപ്ഷൻ A ആണ് ആൻസർ. അതായത് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഒഴികെ ബാക്കിയുള്ള സ്റ്റേറ്റ്മെന്റ് എന്താണ് കുട്ടികളെ? ശരിയാണ് കേട്ടോ. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഒഴികെ ബാക്കിയുള്ള സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. നിങ്ങൾക്ക് പഠിക്കാൻ തന്നതിൽ ഇതില്ലേ എഴുതാടാ? പഠിക്കാവുന്ന പോർഷനിൽ ഇതില്ലേ എഴുതാ എക്സാമിന്?
ഞാനൊരു PDF തരാം കേട്ടോ, ഒരു PDF തരാം, ഒന്ന് വായിച്ചോണേ കേട്ടാ. ഇതൊരു പ്രീവിയസ് ചോദ്യമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. കേട്ടിട്ടില്ല? ഞാനൊരു PDF തരാം, ആ PDF ഒന്ന് വായിച്ചോണ്ട അത് കേട്ടാ. ഓക്കെ, ശരി. അടുത്ത ഇത് പ്രീവിയസ് ചോദ്യമാണ്. ഭൂമിയുടെ ആരം എത്രയാണ്? ഭൂമിയുടെ ആരം, 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 ഭൂമിയുടെ ആരം അറിയാന്നുള്ള കമന്റ് ചെയ്തേ. ഭൂമിയുടെ ആരം ക്വസ്റ്റ്യൻ എതിരെ പാടായി തുടങ്ങിയപ്പോഴും കമന്റ് ഇല്ല, അനക്കോ ഇല്ല, എല്ലാവരും മരിച്ചാടാ. അറിഞ്ഞൂടെങ്കിൽ കമന്റ് ചെയ്യും. ഓപ്ഷൻ ഡി 6371 കിലോമീറ്റർ ആണ്. 6371 കിലോമീറ്റർ ആണ്. ഓക്കെ, നല്ലതേണ്ട. നമുക്ക് അറിഞ്ഞൂടാത്ത ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യുക. നിങ്ങൾ ഇത്രയും കാലം കൊണ്ട് പഠിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ നിങ്ങൾക്ക് അറിഞ്ഞൂടെങ്കിൽ ആ ക്വസ്റ്റ്യൻ ഒട്ടുമിക്ക ആർക്കും അറിഞ്ഞുകൂടാ. മനസ്സിലായ? അങ്ങനെ ചിന്തിക്കുക, സ്കിപ്പ് ചെയ്യുക, പിന്നെ വായിച്ചു നോക്കുക. എവിടെയെങ്കിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഈ ക്വസ്റ്റ്യൻ ഒക്കെ. അപ്പൊ നമുക്ക് കുറച്ചൊക്കെ വായിക്കാൻ നമുക്ക് കിട്ടും സാധനം. അതിന് നമുക്ക് എന്ത് വേണം പിള്ളേരെ? പ്രസൻസ് ഓഫ് മൈൻഡ് വേണം കേട്ടോ. എക്സാം കാളിൽ നമുക്കൊരു പ്രസൻസ് ഓഫ് മൈൻഡ് ഉണ്ടാവണം. ഒരു അറിഞ്ഞൂടാത്ത ക്വസ്റ്റ്യൻ വായിച്ച് അത് നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഉത്തരം എഴുതിയെടുക്കാനുള്ള പ്രസൻസ് ഓഫ് മൈൻഡ് ഉണ്ടാക്കിയെടുക്കണം. ഓക്കെ, ശരി. അത് കുറെ ക്വസ്റ്റ്യൻ വർക്കൗട്ട് സ്കിപ്പ് ചെയ്യണം. സ്കിപ്പ് ചെയ്ത് തന്നെ പോണം. 100 എഴുതണ്ട. നമ്മള് 100 എഴുതേണ്ട ഒരാവശ്യമില്ല. അറിഞ്ഞത് സ്കിപ്പ് ചെയ്ത് തന്നെ പോണം. ഓക്കെ, വീഡിയോ പോയ. അടുത്ത് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായവ കണ്ടെത്തുക. വടക്ക് പടിഞ്ഞാറൻ ഹിമാലയൻ ഭൂഭാഗത്തിൽ കാരക്കോറം, ലഡാക്ക്, സസ്കർ, പിർപഞ്ചൽ എന്നീ പർവ്വതനിരകൾ ഉൾപ്പെടുന്നു. ദാൽ തടാകം ഗ്രേറ്റ് ഹിമാലയത്തിനും പിർപഞ്ചൽ പർവ്വതനിരയ്ക്കുമിടയിൽ സ്ഥിതി ചെയ്യുന്നു. അടുത്ത് കാശ്മീർ താഴ്വര ഗ്രേറ്റ് ഹിമാലയത്തിനും പിർപഞ്ചൽ പർവ്വതനിരയ്ക്കുമിടയിൽ സ്ഥിതി ചെയ്യുന്നു. കുങ്കുമ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ കരേവ മണ്ണിനം കാശ്മീർ ഹിമാലയത്തിൽ കാണപ്പെടുന്നു. ഓക്കെ, ഉത്തരം അറിയാമെങ്കിൽ മാത്രം ഒന്ന് അറ്റൻഡ് ചെയ്തേ. വളരെ തെറ്റൊന്നുമില്ല, എല്ലാം ശരിയാണ് കേട്ടോ. ഓപ്ഷനെ കേട്ടോ, ഇതെല്ലാം ശരിയാണ്. ഈ സ്റ്റേറ്റ്മെന്റ് എല്ലാം ശരിയാണ്. ഈ സ്റ്റേറ്റ്മെന്റ് എല്ലാം നിങ്ങൾ പഠിച്ചിരിക്കേണ്ട സ്റ്റേറ്റ്മെന്റുകളാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ തന്നെയാണ് കേട്ടോ ഇതെല്ലാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ശരി. അടുത്ത ചോദ്യം, കൊല്ലം തിരുവനന്തപുരം വ്യവസായ മേഖലയെ സംബന്ധിച്ച് പ്രസ്താവനകൾ ശരിയായവ കണ്ടെത്തുക. കൊല്ലം തിരുവനന്തപുരം വ്യവസായ മേഖലയെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ ആരും ലെഫ്റ്റ് ആവരുത്. നിങ്ങൾക്ക് അറിഞ്ഞൂടെങ്കിൽ പോലും ഈ ക്വസ്റ്റ്യൻസ് കണ്ടിരിക്കുക, കേട്ടിരിക്കുക, പഠിക്കാൻ പറ്റും നിങ്ങൾ. ഓക്കെ, അറിഞ്ഞൂടെങ്കിലും പഠിക്കാൻ പറ്റും. തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം, ആലപ്പുഴ ജില്ലകളായി വ്യാപിച്ചു കിടക്കുന്നു. ഒന്നാമത്തെ പ്രസ്താവന. തോട്ടവിള കൃഷി, മറ്റ് കൃഷികൾ, ജലവൈദ്യുത പദ്ധതികൾ എന്നിവയാണ് വ്യവസായങ്ങളുടെ അടിസ്ഥാനം. കൊച്ചിയിലെ എണ്ണ ശുദ്ധീകരണശാലയുടെ സ്ഥാനം പുതിയ വ്യവസായങ്ങൾക്ക് വഴിതെളിച്ചു. ഓക്കെ, അപ്പൊ നമ്മുടെ കേരളം, കൊല്ലം, തിരുവനന്തപുരം വ്യാവസായിക മേഖലയെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അറിയോ ആർക്കെങ്കിലും? എല്ലാം ശരിയാണോ ഇതില്? പിള്ളേരെ ഇത് എല്ലാം ശരിയാണ് കേട്ടോ, എല്ലാം ശരിയാണ്. കൊല്ലം, തിരുവനന്തപുരം വ്യാവസായിക മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 2 ജില്ലകൾ മാത്രമല്ല വരുന്നത്. ഈ പറയുന്ന കൊല്ലം, തിരുവനന്തപുരം, എറണാകുളം, ആലപ്പുഴ ജില്ലകളായിട്ടാണ് ഈ ഒരു വ്യാവസായിക മേഖല വ്യാപിച്ചു കിടക്കുന്നത് കേട്ടോ. അപ്പൊ അതൊരു ശരിയായ പ്രസ്താവനയാണ്. ഇവിടെ തോട്ടവിള കൃഷി, മറ്റു കൃഷികൾ, ജലവൈദ്യുത പദ്ധതികൾ എന്നിവയാണ് വ്യവസായത്തിന്റെ അടിസ്ഥാനം. അതും ശരിയായിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഓക്കെ, ശരി. പിന്നെ ലാസ്റ്റ് പോയിന്റും ശരിയാണ്. ഓക്കെ, ഇതൊക്കെ PSC ബുള്ളറ്റിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളാണ്. തരാം. ഓക്കെ, പഠിക്കാൻ തരാം PDF. അടുത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം. ഒരു ആശ്വാസമായിക്കോട്ടെ, ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം. ചാടിക്കോ. പേനയൊക്കെ മാറ്റി വെച്ച ടീമുകളൊക്കെ, ഇത്രയും ക്വസ്റ്റ്യൻ പാടായതുകൊണ്ട് പേനയൊക്കെ മാറ്റി വെച്ച ടീമുകളൊക്കെ ചാടി വീണ് പേന എടുക്കുന്നു, കറുപ്പിക്കുന്നു, കമന്റ് ഇടുന്നു. ഓപ്ഷനെ ചാറിയല്ലേ? ഇനി ഞാൻ വേറെ കാര്യം പറയട്ടാ. ഇപ്പൊ ഇങ്ങനെ ഇത്രയും പാടുള്ള ക്വസ്റ്റ്യൻ വന്നിട്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം എന്നൊരു ക്വസ്റ്റ്യൻ ഇട്ടിട്ട് മുംബൈ ഹൈ ഓപ്ഷൻ ഇടും. ഓപ്ഷൻ എയിൽ മുംബൈ ഹൈ ഇടും. ഇത്രയും പാട് കണ്ട് വിഷമിച്ചിരിക്കുന്ന ആൾക്കാരെ മുന്നിലേക്ക് എന്ത് ചെയ്യും? ഈ പറഞ്ഞപ്പോ നമ്മളെ ഞാൻ കാണിച്ചു. ഇപ്പൊ നിങ്ങൾ കുറെ കാലം പട്ടിണി കിടക്കുകയാണ്. നിങ്ങൾ പട്ടിണി കിടന്നിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ബിരിയാണി തരയാണ്. അതിൽ വിഷമുണ്ടോ ഇല്ലയെന്നിട്ട് നോക്കാൻ നമ്മൾ എന്ത് ചെയ്യും? എടുത്ത് കഴിക്കും. മനസ്സിലായ? അതുപോലെ നിങ്ങൾ ചാടി വീണ് എന്ത് ചെയ്യും? മുംബൈ ഹൈ കൽപ്പിക്കും. ഒരെണ്ണം കിട്ടി. പക്ഷെ കിട്ടുമോ അത്? കിട്ടത്തില്ല. കൽക്കരിപ്പാടം ചാറിയയും എണ്ണപ്പാടം മുംബൈ ഹൈയുമാണ് കേട്ടോ. ഓക്കെ, അടുത്ത ഇന്ത്യ സമ്പദ്ഘടനയിലെ അടിസ്ഥാന മേഖലകളെ നിയന്ത്രിക്കുക എന്ന ലക്ഷ്യത്തിന് അനുസൃതമായി
വ്യവസായ നയം അംഗീകരിച്ച വർഷം ഏതാണ്? വ്യവസായ നയം ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. വ്യവസായ നയം ഏത് വർഷം? നമ്മളൊരു ഓപ്ഷൻ ബി 1956. 56ലാണ് വ്യവസായ നയം. വ്യവസായ നയം 1956. അടുത്ത്, ചുവടെ തന്നിരിക്കുന്നവയിൽ ആഗോളവൽക്കരണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ആഗോളവൽക്കരണം എന്നത് ഉദാരവൽക്കരണത്തിന്റെയും സ്വകാര്യവൽക്കരണത്തിന്റെയും പരിണിത ഫലമാണ്. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ ആഗോള സമ്പദ് വ്യവസ്ഥയുമായി സമന്വയിപ്പിക്കുന്നതിനെ പറയുന്നതാണ് ആഗോളവൽക്കരണം. ഓക്കെ, ഉത്തരം കമന്റ് ചെയ്തേ. വളരെ ഓപ്ഷൻ ഡി 1ഉം 2ഉം ശരിയാണ്. 1ഉം 2ഉം ശരിയാണ്. അതായത് ആഗോളവൽക്കരണം എന്ന് വെച്ചാൽ ഉദാരവൽക്കരണത്തിന്റെയും സ്വകാര്യവൽക്കരണത്തിന്റെയും പരിണിത ഫലമാണ്. ഓക്കെ, അതുപോലെ തന്നെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ ആഗോള സമ്പദ് വ്യവസ്ഥയുമായിട്ട് സമന്വയിപ്പിക്കുന്നത് അത് തന്നെയാണ് എന്ത്? ആഗോളവൽക്കരണം. അപ്പൊ 1ഉം 2ഉം ശരിയാണ്. അടുത്ത, ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥാപിതമായത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? ദുരന്ത നിവാരണ അതോറിറ്റി ആരംഭിച്ച വർഷം അറിയാമെങ്കിൽ ഈസിയാണ്. ഏത് വർഷോടാ ദുരന്ത നിവാരണ അതോറിറ്റി ആരംഭിച്ചത്? 2005 അല്ലേ? 2005. ആക്ട് ആയാലും നിയമമായാലും ആക്ട് ആയാലും അതോറിറ്റി ആയാലും 2005 തന്നെയാണ്. അപ്പോഴും പിള്ളേരെ 10ാം പഞ്ചവത്സര പദ്ധതിയാണ് ആൻസർ. 10ാം പഞ്ചവത്സര പദ്ധതി. ഓക്കെ, ഇത് പഠിച്ചിട്ടുള്ളത് കിട്ടത്തുള്ളേ. ഇന്ത്യയില് വെൽത്ത് ടാക്സ് ആക്ട് പാസ്സാക്കിയ വർഷം. വെൽത്ത് ടാക്സ് ആക്ട് പാസ്സാക്കിയ വർഷം. വെൽത്ത് ടാക്സ് ആക്ട് പാസ്സാക്കിയ വർഷം ഏത് വർഷം? അറിയോ ആർക്കെങ്കിലും? പിള്ളേരെ 57. ഓപ്ഷൻ ബി 1957. വെൽത്ത് ടാക്സ് ആക്ട് പാസ്സാക്കിയ വർഷം ഏതാണ്? 57. 1957 കേട്ടാ. അടുത്ത്, നീതി ആയോഗിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ നിയമിക്കുന്നത് ആരാണ്? ഇത് ഞാൻ പഠിപ്പിച്ചതാ. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ നിയമിക്കുന്ന ആരാണ്? ഓപ്ഷൻ ബി പ്രധാനമന്ത്രിയാണ് അല്ലെ? പ്രധാനമന്ത്രിയാണ്. സിഇഒ ആയാലും വൈസ് ചെയർമാൻ ആയാലും നിയമിക്കുന്നത് ആരാണ് കുട്ടികളെ? പ്രധാനമന്ത്രിയാണ്. ശക്തമായ ബ്രേക്ക് ഉള്ളതും എന്നാൽ എഞ്ചിൻ ഇല്ലാത്തതുമായ യന്ത്രം എന്ന് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനെ വിശേഷിപ്പിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ് അല്ലെ? 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനെ ശക്തമായ ബ്രേക്ക് ഉള്ളതും എന്നാൽ എഞ്ചിൻ ഇല്ലാത്തതുമായ യന്ത്രം എന്ന് വിശേഷിപ്പിച്ചത് ആരെന്ന് കേട്ട് കഴിഞ്ഞാൽ ജവഹർലാൽ നെഹ്റു ആണ്. ഓക്കെ, അടുത്ത്, ചേരുംപടി ചേർക്കുക. ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ്, ഭരണഘടനയുടെ ആത്മാവ്, ഭരണഘടനയുടെ ആത്മാവും താക്കോലും, ഭരണഘടനയുടെ കീനോട്ട്. ഓക്കെ, പിന്നെ എൻ.എ. ബൽക്കിവാല, ഹിദായത്തുള്ള, ജവഹർലാൽ നെഹ്റു, ഏണസ്റ്റ് ബാർക്കർ. ഓക്കെ, ഉത്തരം അറിയാമെങ്കിൽ ഓപ്ഷൻ കാണണോ? ഓപ്ഷൻ കണ്ടോ? ഓപ്ഷൻ കണ്ടില്ലേ? ഓപ്ഷൻ കണ്ടിട്ട് കിട്ടണില്ലേ? കിട്ടി. ഓപ്ഷൻ എ ആണ് ആൻസർ. ഓപ്ഷൻ എ. ഓക്കെ, നമുക്ക് നോക്കാം. ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന് പറയുന്നത് ആരാ? പിള്ളേരെ തിരിച്ചറിയൽ കാർഡ് എന്ന് പറഞ്ഞത് ബൽക്കിവാലയാണ് അല്ലെ? ബൽക്കിവാല. അതായത് എ എന്ന് പറഞ്ഞാൽ 1 ബൽക്കിവാലയാണ്. അതിന് എന്റെ ഒരു കണക്ഷൻ ഉണ്ട്. ഞാൻ ഈ കണക്ഷൻ പറയുമ്പോൾ നിങ്ങൾ എന്നെ പള്ളു വിളിക്കുമെന്തോ കേട്ടാ. വേറെ ആർക്കെയും കണക്ഷൻ ഉണ്ടെങ്കിൽ നല്ല കണക്ഷൻ അത് ഓർത്തിരിക്കുക. എന്റെ കണക്ഷൻ കുറച്ച് വട്ടുള്ള കണക്ഷനാണ് കേട്ടാ. അതായത് നമ്മൾ ഈ തിരിച്ചറിയൽ കാർഡ് നമ്മൾ വാലറ്റിലല്ലേ വെക്കുന്നത്? വാലുള്ളതാ. വാലറ്റ് എന്ന് പറഞ്ഞത് നമ്മൾ ഈ പേഴ്സ് പോലത്തെ സാധനത്തെ നമ്മൾ വാലറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഞാൻ അന്ന് ബ്രൗണി പറഞ്ഞതോടെ ഞാൻ ഇനി അത് നിർത്താന്ന് വിചാരിച്ചാണ്. ബ്രൗണി കേട്ടാ. ഓക്കെ, നമ്മൾ ഈ തിരിച്ചറിയൽ കാർഡ് വാലറ്റിലാണ് വെക്കുന്നത് നടത്താം. പോലെ എടുത്തോളൂ, വാലറ്റാണ് വെക്കുന്നത് നടത്താൽ മതി. ഓക്കെ, ക്ലിയർ ആണല്ലോ? പാല് കൊടുക്കാൻ പോയപ്പോ ഐ ഡി കാർഡാ. എങ്ങനെയും ഓർത്ത് വെച്ചേരും പിള്ളേരെ. ഓക്കെ, അപ്പൊ ഞാൻ ഈ ബൽക്കി വാലയുടെ വാലാണ് പിടിച്ചിട്ടുണ്ട്. വാലറ്റിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓക്കെ, വാലറ്റിലാണ് നമ്മൾ തിരിച്ചറിയൽ കാർഡ് വെക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ആ ബൽക്കി വാല നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ശരി. അടുത്ത്, ഈ ആത്മാവ് മാത്രം പഠിക്കാൻ ഒരു ഐഡിയ പറഞ്ഞുതരാം. ഓക്കെ, ആത്മാവ് മാത്രം ഹിദായത്തുള്ള എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? നമ്മൾ ആ ഹൃദയം വെച്ച് കണക്ട് ചെയ്യാം.
ഹൃദയം, ഹൃദയം. ഓക്കെ, ഹൃദയവും ആത്മാന്തരം കാണിച്ച് കിട്ടോടാ. ഇപ്പൊ ഞാൻ അങ്ങനെ പറയുമ്പോഴും നിങ്ങൾക്ക് ഇപ്പൊ ഇയാൾ എന്തിന് പറയണം അങ്ങനെ തോന്നുമെങ്കിലും പിന്നീട് നിങ്ങൾക്ക് കിട്ടും. ഹിദായത്തുള്ള ആത്മാവ്, ഹൃദയത്തിൽ ആത്മാവ് നോർത്താൽ മതി. റൊമാൻറ്റിക് ആയിട്ടൊക്കെ ആലോചിച്ചാൽ മതി. ഓക്കെ, ഹൃദയത്തിൽ ആത്മാവ്. ആ, ഹാർട്ടുള്ള പിള്ളയ്ക്ക് മാത്രമേ ഹാർട്ടുള്ളോടാ. അടുത്ത് അപ്പൊ ആത്മാവും താക്കോലും പഠിച്ചിരിക്കുക ജവഹർലാൽ നെഹ്റു. ഓക്കെ, ജവഹർലാൽ നെഹ്റു. അതുപോലെ തന്നെ ഭരണഘടനയുടെ കീ നോട്ട് കേട്ടാ. കീ എന്ന് പറഞ്ഞാൽ കീ വെച്ചിട്ടല്ലേ നമ്മൾ ബേക്കറി തുറക്കുന്നത്. പിള്ളേരെ നമ്മൾ ബേക്കറി തുറക്കുന്നത് കീ വെച്ചിട്ടല്ലേ. കീ വെച്ചിട്ടാണ് ബേക്കറി തുറക്കുന്നത്. നിങ്ങൾക്കൊരു ബേക്കറി ഉണ്ടെന്ന് വിചാരിക്കുക, സ്വന്തം ബേക്കറി നടത്തുന്ന ആളാണ്. നിങ്ങൾ രാവിലെ കീ കൊണ്ടുപോയി തുറക്കുന്ന കൊടുത്താ കേട്ടാ. അപ്പൊ ഭരണഘടന കീ നോട്ട് എന്ന് പറഞ്ഞത് ആഴാ കുട്ടികളെ. കീ നോട്ട് എന്ന് പറഞ്ഞത് ബാർക്കർ. ഇത് ഞാൻ പറഞ്ഞത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഈ കണക്ഷൻ വേണമെന്നുള്ള ആൾക്കാർ ഓർത്തിരിക്കുക കേട്ടാ. കിട്ടും. തിരിച്ചറിയൽ കാർഡ് നമ്മൾ വാലറ്റിലാണ് വെക്കുന്നത്. അപ്പൊ ബൽക്കി വാല. ആത്മാവ് ഹൃദയം എന്ന് ഓർത്താൽ കേട്ടോ. അപ്പൊ ഹിദായത്തുള്ള. അതുപോലെ ആത്മാവും താക്കോൽ എന്ന് പറഞ്ഞത് നെഹ്റുവാണ്. ആത്മാവും താക്കോലും എന്ന് പറഞ്ഞത് നെഹ്റുവാണ്. അതുപോലെ ഭരണഘടനയുടെ കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കാണ്? അതാണ് കുട്ടികളെ, അനസ്റ്റ് ബാർക്കറാണ് കേട്ടാ. ബേക്കറിയുടെ കീ എന്ന് ഓർത്ത് വെച്ചോണം. ബേക്കറിയുടെ കീ. അടുത്ത് 2 ദിവസം കൂടെ ഉള്ളൂ. ഇന്ത്യൻ പൗരന്റെ രാഷ്ട്രീയ അവകാശങ്ങളിൽ പെടുന്നവ ഏതെല്ലാം? രാഷ്ട്രീയ അവകാശം പെടുന്നവ ഏതെല്ലാം എന്ന ചോദ്യം. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവകാശം, വോട്ട് ചെയ്യാനുള്ള അവകാശം, സംഘടനകൾ രൂപീകരിക്കാനുള്ള അവകാശം, ഗവൺമെന്റിനെ വിമർശിക്കാനുള്ള അവകാശം, ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കാനുള്ള അവകാശം. രാഷ്ട്രീയ അവകാശങ്ങളിൽ ഏതാ പെടുന്നേ? അവിടെ ഓപ്ഷൻ ഡി ഇവയെല്ലാം. ഇതെല്ലാം രാഷ്ട്രീയ അവകാശമാണ്. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാം, വോട്ട് ചെയ്യാം, സംഘടനകൾ രൂപീകരിക്കാം, ഗവൺമെന്റിനെ വിമർശിക്കാം, ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കാം. മനസ്സിലായ? ഇതിൽ നിങ്ങളിപ്പോ വിചാരിക്കും ഗവൺമെന്റിനെയൊക്കെ വിമർശിക്കാൻ പോകുന്നു. ഗവൺമെന്റിനെയൊക്കെ സുഖമായിട്ട് വിമർശിക്കാം കേട്ടാ. അല്ലെങ്കിൽ ആരൊക്കെ എപ്പോഴേ ജയിലിൽ പോവുള്ളൂ അല്ലേ? ഗവൺമെന്റിനെ വിമർശിക്കാനുള്ളത് സത്യം പറഞ്ഞാൽ അത് പ്രതിപക്ഷമാണ്. ഗവൺമെന്റിന്റെ നടപടികളിൽ തെറ്റായ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുകയും അവരുടെ പ്രവർത്തനങ്ങൾ ശരിയായ രീതിയിൽ കൊണ്ടുപോകേണ്ടത് പ്രതിപക്ഷമാണ് അല്ലേ? നമ്മൾ അതൊരു പ്രീവിയസ് ചോദ്യമാണ്. അതൊരു പ്രീവിയസ് ചോദ്യമാണുള്ളവരെ. അത് നിങ്ങൾക്ക് അറിയോ? പ്രതിപക്ഷത്തെ കുറിച്ചുള്ള പ്രീവിയസ് ചോദ്യമാണത്. ഓക്കെ, സംഘടനകൾ നമ്മൾ അത് നമ്മുടെ രാഷ്ട്രീയ അവകാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യം രാഷ്ട്രീയ അവകാശങ്ങള്. മറ്റു നമ്മുടെ മൗലിക സ്വാതന്ത്ര്യങ്ങളിലും നമുക്ക് പറയുന്നുണ്ട് സംഘടനകൾ രൂപീകരിക്കാം എന്ന് മൗലിക സ്വാതന്ത്ര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. നമ്മുടെ സ്വാതന്ത്ര്യങ്ങളിൽ പറയുന്നുണ്ട്, വ്യക്തി സ്വാതന്ത്ര്യങ്ങളിൽ പറയുന്നുണ്ട്. ഓക്കെ, അടുത്ത ഇന്ത്യയില് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം നിലയിൽ വന്നത് എന്നാണ് ചോദ്യം. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം 1950 ജനുവരി 26. നമ്മുടെ ഭരണഘടന നിലവിൽ വന്നപ്പോഴാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എന്ത് ചെയ്തത്? നിലവിൽ വന്നത്. അടുത്ത് പൗരത്വ നിയമത്തിന്റെ സെക്ഷൻ 10 പ്രകാരം ഒരു വ്യക്തിയുടെ പൗരത്വം ഇല്ലാതാക്കാൻ അധികാരമുള്ളത് ആർക്കാണ്? ഒരു വ്യക്തിയുടെ പൗരത്വം ഇല്ലാതാക്കാൻ അധികാരമുള്ളത് ആർക്കെന്നാണ് ചോദ്യം. അപ്പോൾ ഒരു ഓപ്ഷൻ എ കേന്ദ്ര സർക്കാരാണ്. കേന്ദ്ര സർക്കാർ പഠിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ തന്നെ ആഭ്യന്തര മന്ത്രാലയത്തിനാണ് അതിനുള്ള അധികാരമുള്ളത് അല്ലെ? ആഭ്യന്തര മന്ത്രാലയത്തിനാണ് അതിനുള്ള അധികാരമുള്ളത്, ആഭ്യന്തര മന്ത്രാലയത്തിന്. ഓക്കെ, ശരി. അപ്പൊ അതൊക്കെയാണ് ക്വസ്റ്റ്യൻസ്. 40 ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയി. ഇനി സയൻസ്, പിന്നെ മലയാളം, ഇംഗ്ലീഷ് അതൊക്കെ കൂടി ഒരു 50 ക്വസ്റ്റ്യൻ ഉണ്ട് നാളെ. നമുക്ക് നാളെ അത് ചെയ്യണം. ശരി, അപ്പൊ ഇന്നത്തെ പാടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഞാനിനി വർക്കൗട്ട് എടുക്കുമ്പോൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് എടുക്കത്തുള്ളൂ. അതായത് കുറെ വെറൈറ്റി ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് എടുക്കത്തുള്ളൂ. മനസ്സിലായില്ലേ? ബാക്കി നിങ്ങൾ ഈ സ്ഥിരം വരുന്ന കാര്യങ്ങൾ നിങ്ങൾ ഡെയിലി POക്ക് ചെയ്ത് പഠിക്കുന്നുണ്ട്, ക്ലാസ് അറ്റൻഡ് ചെയ്ത് പഠിക്കുന്നുണ്ട്, ടോപ്പിക് എക്സാമിന് പഠിക്കുന്നുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് ഇങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ്, വെറൈറ്റി ക്വസ്റ്റ്യൻസ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. ശരി, അപ്പൊ അത്രേ പറയാനുള്ളൂ. മാർക്ക് നമുക്ക് നോക്കാം. 35+ ഉള്ളവരെന്ന് കമന്റ് ചെയ്തേ. നോക്കാം ആരെങ്കിലും ഉണ്ടോ നോക്കാം. 35+ ഉള്ളവരെന്ന് കമന്റ് ചെയ്തേ. റിച്ചാർഡ് ഫിലിപ്പ് 36.66 ഉണ്ട്. റിച്ചാർഡ് ഫിലിപ്പ് ഈസ് എ ഏലിയൻ കേട്ടോ. അദ്ദേഹം ഒരു ഏലിയൻ ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? ആരെന്ന് നിങ്ങൾ അറിയോ? നിങ്ങളിപ്പം നമ്മൾ LDC റാങ്ക് ലിസ്റ്റ് ഒക്കെ വരുന്ന സമയത്ത് നിങ്ങൾ നോക്കിയാൽ റിച്ചാർഡ് ഫിലിപ്പ് എന്ന പേര് നിങ്ങൾ അടിച്ചു നോക്കിയാൽ